ഇന്ത്യ അഫ്ഗാൻ രണ്ടാം T20 ഇന്നായിരുന്നു. ഇന്ത്യ ഇപ്പോൾ ചരിത്ര വിജയമാണ് നേടിയിരിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ അടിച്ചു കളിച്ചത് ജയ്സ്വാൾ ആയിരുന്നു. അതുപോലെ ശിവൻ ദുബെയും വെടിക്കെട്ട് ബാറ്റിംഗ് ആണെന്ന് പുറത്തെടുത്തത്. പക്ഷേ ഇന്ന് നിരാശപ്പെടുത്തിയത് രോഹിത് ശർമ്മയായിരുന്നു. താരമെന്ന് ഡെക്കിലാണ് പുറത്തായത്. എന്തായാലും ഇപ്പോൾ ഇന്ത്യ കളി ജയിച്ചിരിക്കുകയാണ്. ഈ ഒരു മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് അഫ്ഗാനിസ്ഥാനായിരുന്നു. അവർക്ക് നല്ലൊരു തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. അവർ നല്ല രീതിയിൽ തന്നെ ബാറ്റിംഗ് ചെയ്തു. അങ്ങനെ ഇന്ന് അഫ്ഗാനിസ്ഥാൻ 20 ഓവറിൽ 172 റൺസാണ് അടിച്ചു കൂട്ടിയത്. ഇന്നത്തെ ടീമിൽ ജിതേഷ് ശർമ്മയായിരുന്നു വിക്കറ്റ് കീപ്പർ. സഞ്ജുവിനെ ഇന്നും ഒഴിവാക്കി. അതുപോലെ തന്നെ കോഹ്ലി വീണ്ടും പ്ലേയിങ് ഇലവനിലേക്ക് തിരിച്ചെത്തി. പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ അടിച്ചു കളിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഇന്ത്യക്കെതിരെയാണ് അവർ 20 ഓവറിൽ 172 റൺസ് അടിച്ചു കൂട്ടിയത്. പിന്നീട് ഇന്ത്യ സെക്കൻഡ് ബാറ്റിങ്ങിന് ഇറങ്ങി. ശുഭ്മാൻ ഗിൽ ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം ജയ്സ്വാളാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. രോഹിത് ശർമ്മയും ജയ്സ്വാളും ആദ്യം ഇറങ്ങി. എന്നാൽ ഇന്ത്യക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. രോഹിത് ശർമ്മ ഫസ്റ്റ് ബോളിൽ തന്നെ പുറത്തായി. ഒരു റൺസ് പോലും താരത്തിന് എടുക്കാൻ സാധിച്ചില്ല. പിന്നീട് വിരാട് കോഹ്ലിയാണ് കളത്തിലെത്തിയത്. ജയ്സ്വാളും കോഹ്ലിയും കൂടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. ജയ്സ്വാൾ ഒരു ഭാഗത്ത് അടിച്ചു കളിച്ചു. വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ജയ്സ്വാൾ ഇന്ന് പുറത്തെടുത്തത്. 68 റൺസാണ് ജയ്സ്വാൾ ഇന്ന് അടിച്ചു കൂട്ടിയത്. 6 സിക്സും 5 ഫോറും താരത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നു. പിന്നീട് വിരാട് കോഹ്ലി ഔട്ടായി. 29 റൺസാണ് കോഹ്ലി എടുത്തത്. എന്നാൽ ശേഷം വന്ന ശിവൻ ദുബെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. വളരെ വേഗത്തിൽ ശിവൻ ദുബെ 50 അടിച്ചു. ശിവൻ ദുബെയും ജയ്സ്വാളുമാണിന്ന് അടിച്ചു കളിച്ചത്. എന്തായാലും ഇപ്പോൾ ഇന്ത്യ സെക്കൻഡ് T20യിൽ ജയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. 2-0 ഇന്ത്യ പരമ്പര നേടിയിരിക്കുകയാണ്. ഇനി ആകെ കൂടി ഒരു T20 മാത്രമേ ബാക്കിയുള്ളൂ. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ശരിക്കും നാണം കെടുത്തി. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.